ഇന്നലെ പറിച്ചെടുത്ത കുരുമുളക് കുറെ ദിവസം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് കുരുമുളക് പറിച്ചെടുക്കണമെന്ന്. നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കുരുമുളകും കാര്യങ്ങളും ഒക്കെ വിളവെടുക്കുന്നതും എല്ലാം. അല്ല ഏട്ടാ, നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്? അമ്മ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ? നമുക്ക് നമ്മളിവിടെ അതെ വലിയ കുരുമുളക് നമ്മൾ ആദ്യമായിട്ടാണ് പറിക്കാനൊക്കെ പോകുന്നത്. ഞങ്ങള് 3-4 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങള് 3-4 ദിവസം കറങ്ങാനൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം എല്ലാം നല്ല പാകമായിട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പൊ കൈയോടെ അത് പൊഴിച്ച് കളയണ്ട എന്ന് വിചാരിച്ച് നമ്മള് അമ്മയേട്ടനും കൂടെ അതൊക്കെ പറിക്കുന്നു. നല്ല പൊക്കത്തിലല്ലേ ഇത്? ഞങ്ങള് ശരിക്കും ഇവിടെ താമസം വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നതാ. ഞങ്ങള് വന്നതിന് ശേഷം ഈ കുരുമുളകൊക്കെ പിടിച്ചടക്കുന്ന കണ്ടപ്പോ ഈ മണ്ണില് കുരുമുളകൊക്കെ പിടിക്കുമെന്ന് തോന്നിട്ട് വേറെ കുറെ തൈയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വലുതായി വരണമെങ്കിൽ എത്ര നാളെടുക്കും? എന്തോ പന്നിയൂരോ ഏതാ ഏട്ടാ വെച്ചേക്കുന്നേ? ആ ഏത് നമ്മളീ വർഷം ഫുള്ള് കായ്ക്കും. താഴെ ഉണ്ടായിരുന്നൊക്കെ അമ്മ ഒരുവിധം കൈവച്ചൊക്കെ പറിച്ചെടുത്ത്. മേളിലോട്ടുള്ളത് നമുക്ക് എത്തത്തില്ല. അപ്പൊ ഏണിയൊക്കെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് പറിക്കുന്നത്. വിളഞ്ഞിട്ടുണ്ടോ? പിടിക്കുന്നുണ്ട്, എല്ലാം ഒരിഞ്ഞു പോകും, ഇളന്നു പോകും, എല്ലാം അടന്നു പോകും. മഴ പെയ്യുന്നുണ്ട്. നമ്മക്ക് അറിയാഞ്ഞിട്ടായിരിക്കും കേട്ടാ, ചിലപ്പോ പാകമായിട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. നല്ല ചുമന്ന് വരും, ചിലത് മഞ്ഞയായിട്ട് വരും. ഞങ്ങള് വന്നതിന് ശേഷം കൊണ്ട് വെച്ച കുരുമുളകിന്റെ തൈയൊക്കെയാ. ഒരെണ്ണം ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ വളർന്ന് ഇതുപോലെ കുരുമുളക് തിരിയൊക്കെ ഇട്ട് വരണമെങ്കിൽ സമയം എടുക്കും അല്ലേ? എത്ര മാസം എടുക്കും? മാസമല്ല, വർഷം എടുക്കും. കൊച്ചു കുഞ്ഞാ, അതൊക്കെ 2 വർഷം ആയിക്കോലും. അതെ, നമ്മളൊക്കെ കൊറേ തൈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒക്കെ പിടിച്ചു കിട്ടുമായിരിക്കും. വാഴ ഇത് എന്തോ വാഴ? മറ്റേ ഇതാണോ? എന്തോ ഒരു പേര് നിങ്ങള് പറയായിരുന്നല്ലോ. അതല്ല, മറ്റേ നമ്മള് കുഞ്ഞ് തൈ മേടിച്ചില്ലേ, അതിന്റെ പേരെന്തായിരുന്നു? ടിഷ്യൂ കൾച്ചർ വാഴ. വാഴയല്ല ഇത്. ഞാൻ കന്നിന്റെ മേളിൽ ചെത്തി കൊടുത്ത്, കന്നിന്റെ നമുക്ക് ആ വിത്ത് കിട്ടുമല്ലോ, ആ വിത്തിന്റെ മേളിൽ ചെത്തി കൊടുത്ത സമയത്ത് 3 സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 3 പിടിപ്പിച്ചെടുക്കുക. ഇനി ഇത് മാറ്റി കുറച്ച് കഴിയുമ്പോ ഇത് വെട്ടി വേറെ മാറ്റി വെക്കണം. 3 കൂടെ ഒരുമിച്ച് പിടിക്കത്തില്ല. അത് ടിഷ്യൂ കൾച്ചർ വാഴ. ഇത് ടിഷ്യൂ കൾച്ചർ വാഴ കുറെ നാളായിട്ട് കുഞ്ഞു തൈയായിട്ട് തന്നെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി കളിപ്പീരായിരിക്കും, പിടിക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇപ്പം പൊട്ടിക്കെടുത്ത് വരുന്നുണ്ട്. നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അമ്മ അച്ഛനും കൂടെ വെച്ച് പിടിപ്പിച്ചതാ. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന എല്ലാം ഇവിടെ ആകെ 5-6 വാഴയും, ഒരു 5-6 വാഴയൊന്നും ഇല്ലല്ലേ, 2-3 വാഴ ഉണ്ടായിരുന്നുള്ളല്ലേ. വാഴയും ഈ പറഞ്ഞ കുരുമുളകും പിന്നെ ഒരു തെങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കുറേ വാഴയും വെച്ചു, പുളി, പേര, കുരുമുളക്, പിന്നെ ഏതാണ്ടൊക്കെ തൈകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതെല്ലാം മറ്റേ പെട്ടെന്ന് കായ്ക്കുന്നതല്ലേ, അതിനെന്നാ പറയുന്നത്? ഹൈബ്രിഡ് ഐറ്റംസ് ആണ് നമ്മളെല്ലാം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എപ്പോ നമുക്ക് തേങ്ങ കിട്ടും? യെസ്, അതെ ഗൈസ്, നമുക്ക് 2.5 to 3 വർഷത്തിനുള്ളിൽ തേങ്ങ കിട്ടുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതെ, അതെങ്ങനെ പറിക്കുക? തോട്ടി വല്ലതും വെച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. ഒരു മറ്റേ PVC പൈപ്പിന്റെ അങ്ങ് അറ്റത്ത് ഇത് വെച്ചിട്ട് പൈപ്പിന്റെ അകത്തൂടെ കുരുമുളക് വരുന്നത്.
ഏണിയെ നിന്നിട്ട് തന്നെ അത്ര എത്തുന്നുള്ളൂ. ഇനിയും മുകളിലോട്ട് കുറേ ഉണ്ട്. തെങ്ങാറ്റേട്ടാരനെ വിളിക്കണം. തെങ്ങേറ്റക്കാരൊന്ന് കുരുമുളക് പറിച്ചിരുത്തില്ലല്ലോ അമ്മ. ഡാഡിയുടെ കമന്റ്. എന്നാ ഏട്ടാ ഇങ്ങോട്ട് ഇറങ്ങട്ടെ, അമ്മനെ എണിയൊക്കെ വെച്ച്. ഇത്ര ഇപ്പം ഒരു ട്രിപ്പ് പറിച്ചെടുത്തതാ. വേറെ ഒരു മുറത്തില് നമ്മൾ കൊറേ പറിച്ച് ഇരിപ്പുണ്ട്. ഇന്നലെ പറിച്ചെടുത്ത കുരുമുളക് ഇത്ര, ഇനിയും കുറെ ഉണ്ടല്ലേ. പക്ഷെ ഒത്തിരി മുകളിലായത് കാരണം നമുക്ക് ഏണി വെച്ചിട്ടും എത്താൻ പറ്റുന്ന അത്രയും പറിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വിളയാനും ഉണ്ട്, മുകളിൽ കുറെ വിളഞ്ഞത് കിടപ്പും ഉണ്ട്. എന്തായാലും ഈ ട്രിപ്പ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെക്കാന്ന് വിചാരിക്കുന്നത്. ഇന്ന് രാവിലെ നല്ല വെയിലുണ്ട്. ഇന്നലെ പറിച്ചിട്ട് ഞങ്ങളൊന്നും കഴുകിയില്ല. കുരുമുളകൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കിന് വെയിലൊക്കെ പോയി. അപ്പം ഇന്ന് കഴുകി വെയിലത്ത് വെക്കാന്ന് വിചാരിച്ചിരുന്നു. നല്ല വെയിലുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മള് എപ്പോഴും കടയിൽ നിന്ന് പാക്കറ്റ് കുരുമുളക് അല്ലെങ്കിൽ പാക്കറ്റ് പൊടി, മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും എല്ലാം പാക്കറ്റാ മേടിച്ചോണ്ടിരുന്ന. വീട്ടിലെ അമ്മ ഇതുപോലെ ഉണക്കി പൊടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കുരുമുളകല്ല, മല്ലി മുളകും ഒക്കെ. പക്ഷെ അമ്മമാരുടെ അടുത്ത് നമുക്ക് മടിയാണോ, നമ്മൾ ആ വശത്തോട്ടേ പോകാറില്ല. അങ്ങനെ കഴുകി വാരിയെടുത്ത കുരുമുളക് നല്ല വെയിലത്ത് വെച്ചിട്ട് ഇനി ഉണക്കിയെടുക്കണം. 3 ദിവസത്തെ നല്ല വെയിൽ കൊണ്ടാൽ തന്നെ അത്യാവശ്യം പാകമാകും എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. ഇതിന് ഉണങ്ങി വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ 1/4 കിലോ ഒക്കെ കാണത്തുള്ളായിരിക്കും. പറിച്ചെടുത്തപ്പോൾ ഒരു 3-4-5 കിലോ ഉള്ള പോലെ തോന്നി. ഇനി ഉണങ്ങി വരുമ്പം ഇച്ചിരി കാണുള്ളായിരിക്കും. പക്ഷെ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ളത് കിട്ടുമല്ലോ. അപ്പോൾ കുരുമുളകിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.